കേരളത്തിൽ മൂന്നാമതും LDF ഭരണത്തിലെത്തും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. ഈ ഭരണം ഇങ്ങനെ തുടരും. മന്ത്രിമാർ മാറാം, ബാക്കിയെല്ലാം ഇങ്ങനെ നിൽക്കും. ഇതിങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, ഒരു ഗവൺമെൻറ് തുടരണമെങ്കിൽ അതിൻ്റെ കാരണം ആ ഗവൺമെൻറ്റിൻ്റെ ഭരണ മികവ് ആയിരിക്കും. അത് ഇപ്രാവശ്യത്തെ മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ച. പക്ഷേ അങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കേരളത്തിൽ ഈ പാർട്ടിയുടെ എണ്ണപ്പെട്ട വോട്ടർമാർ എന്നുള്ളതിലപ്പുറം, അതായത് സ്ഥിരമായിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടാകുന്ന ആ വോട്ടർമാർ എന്നുള്ള മെമ്പർമാർ എന്നുള്ളതിലപ്പുറം നിഷ്പക്ഷരായ ഒരു വലിയ വിഭാഗമുണ്ട്. അവരാണ് സത്യത്തിൽ കേരളത്തിൻ്റെ ഭരണഗതി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പ്രാവശ്യം 95 സീറ്റ് കിട്ടിയ ഒരു കക്ഷിക്ക് അടുത്ത വർഷം ഒരു പക്ഷേ അത് 50-ൽ താഴെയാകുന്നത്, അല്ലെങ്കിൽ 100-ന് മുകളിലാകുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പൊതുജനങ്ങൾ, നിഷ്പക്ഷരായ ആളുകൾ കാര്യം കണ്ട് മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഭാഗം കൂടെ വരികയാണെങ്കിൽ മൂന്നാമതും LDF വരും എന്ന് പറയേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുജനങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം മോശമാണ് എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മീഡിയ അത് പറഞ്ഞാൽ, ആ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രബുദ്ധരായ മലയാളികളിലെ ഈ പ്രധാനപ്പെട്ട വിഭാഗം അവർ ചിന്തിക്കുകയാണ്, അല്ല ഓക്കെ, മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ ശരിയല്ല, അല്ലെങ്കിൽ മന്ത്രിമാർ ശരിയല്ല, പക്ഷേ പകരം ആരാണ് ഇവിടെ മുഖ്യമന്ത്രി ആവുക എന്ന് ചോദിച്ചാൽ കുറച്ച് ചിത്രങ്ങൾ കാണും മലയാളികൾ. ആ ചിത്രങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ മലയാളികൾ ചിന്തിക്കും, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഒരു സാധനം അതിലില്ല എന്നുള്ളത്. പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുറിച്ചാണ്. നമുക്ക് എപ്പോഴും പറയാൻ പറ്റും, കേരളത്തിൽ സുഖമായിട്ട് നേതാവാകാൻ പറ്റിയൊരു സംഭവമാണ് ഈ കോൺഗ്രസ് എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം, ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഒരാൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്, എന്താ എന്നെ എക്സിക്യൂട്ടീവ് ആക്കുന്ന, നീ എക്സിക്യൂട്ടീവ്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു നേതൃത്വത്തിലെത്തിയിട്ടുള്ള ആളുകൾ പലപ്പോഴും പക്വതയില്ലാതെ അധികാര സ്ഥാനത്തിനൊക്കെ വേണ്ടി കാണിക്കുന്ന ചിത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ധാരാളമാണ്. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ കണ്ട് സത്യത്തിൽ നമുക്കൊക്കെ വളരെ മോശം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇവരൊക്കെ, അതായത് നെക്സ്റ്റ് ഈ കേരളത്തെ ഭരിക്കേണ്ട മുഖ്യമന്ത്രി ആവേണ്ട ആളുകൾ ഉൾപ്പെടെ അതിലുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു നാടമുറിക്കുന്ന ഒരു രംഗമാണ് ഉദ്ഘാടനം. അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളുന്നു. ഞാനൊക്കെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കഞ്ഞിക്ക് വേണ്ടി ലൈൻ നിന്നിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കഞ്ഞി കൊടുക്കും ഉച്ചക്ക്, ഇപ്പോഴും അതുണ്ട്, ഇപ്പം ചോറായി എന്ന് മാത്രം. ആ കഞ്ഞി കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളി മാറി വെക്കും. അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അതൊരു മോശമല്ലേ? ഇതാ ഒരു പരിപാടി എന്ന് മാത്രമല്ല, വേദിയിൽ പത്രസമ്മേളനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിരുന്നു, തെറി പറയുന്നു. എന്താ കാരണം? ഞാനാണ് വലിയ ആൾ, ഞാനാണ് വലിയ ആൾ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കണം, ഇതിലിപ്പോൾ ആരെയാണ് നിശ്ചയിക്കുക? ആർക്ക് ഉറപ്പാണ് അങ്ങനെ അവരൊരു ടീം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടിയാവും, മന്ത്രിസ്ഥാനത്തിന് അടിയാവും, ആ സൂപ്പർ സീനിയർ സ്ഥാനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും ചെയ്യും. അതാണ് ഈ കോൺഗ്രസിൻ്റെ ഒരു വലിയ ശാപം എന്ന് പറയുന്നത്. അധികാരമോഹങ്ങളും പ്രവർത്തകരില്ലാത്ത നേതാക്കന്മാരും. അപ്പോൾ ഈ ഒരു ടീമിനെ വെച്ച്, പക്ഷേ അത് ഘടകകക്ഷികൾ നല്ല ആളുകളുണ്ട് കേട്ടോ, നല്ല ടീമുകളുണ്ട് UDFൽ. ഇതിൽ തന്നെ കോൺഗ്രസിൽ തന്നെ നല്ല പക്വതയുള്ള രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെയൊക്കെ നന്മ മാത്രം ഉദ്ദേശിച്ച് നല്ല വികസന കാഴ്ചപ്പാടുകളിലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ സാധനങ്ങൾ അതിൻ്റെ നേതൃത്വത്തിൽ വന്നാൽ, അതായത് ആ പഴയ കാലഘട്ടമൊന്നുമല്ല ഇപ്പോഴൊക്കെ ഈ ജനറേഷനൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അവരൊക്കെ ആലോചിക്കണം, ഇവരൊക്കെ ഞങ്ങളുടെ ഈ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ വോട്ട് ചെയ്യാനൊരു പ്രയാസമുണ്ട് തോന്നിയാൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് LDF മിക്കവാറും 3ാം സ്ഥാനത്ത് വരും, 3ാം പ്രാവശ്യവും വരും എന്നുള്ളത്.